ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചുങ്കക്കാരന് അനുതാപം നിറഞ്ഞ ഒരു ഹൃദയമുണ്ടായിരുന്നു. തൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ ധൈര്യപ്പെടാതെയാണ് അവൻ കരുണയ്ക്കായി യാചിക്കുന്നത്. പക്ഷേ ഫരിസേയൻ താൻ ദൈവസന്നിധിയിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നന്ദി പറയുന്നു. താൻ ഉപവസിക്കാറുണ്ടെന്നും ദശാംശം കൊടുക്കാറുണ്ടെന്നും താൻ പാപികളെ പോലെ അല്ലെന്നും ആ ചുങ്കക്കാരനെ പോലെ അല്ലെന്നും പറയുന്നു. ഇവിടെ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി മാറുന്നത് ചുങ്കക്കാരനാണ്. കാരണം അവന് തെറ്റിനെക്കുറിച്ച് ബോധ്യം വന്ന് അവൻ ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ അവൻ്റെ വിശ്വാസം അവനെ നീതിയായി പരിഗണിക്കപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഫരിസേയൻ നീതീകരണത്തിൽ ചുങ്കക്കാരനേക്കാൾ താഴ്ന്നത്? അത് അവൻ്റെ ഉള്ളിലെ അഹങ്കാരം കൊണ്ട് തന്നെ. കാരണം ദൈവം അന്വേഷിക്കുന്നത് ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തുന്ന ഹൃദയങ്ങളെയാണ്. അതിന് അനുതാപം നിറഞ്ഞ ഹൃദയം വേണം.